അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമുക്ക് മദ്രസ് 6 കഴിഞ്ഞിട്ടാണ് തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചൊവ്വാഴ്ചയാണ് കേട്ടോ മദ്രസ് തുറക്കണത്. അപ്പോൾ ഒരു 5-6 ദിവസം നമ്മളെ പെരയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കാണ് വരുന്നതാണ്. ഇനി 6 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇനി മദ്രസ് തുറന്നാൽ നിൽക്കാൻ പറ്റൂല. ഇപ്പോൾ സ്കൂള് പൂട്ടിക്കണേ. സ്കൂൾ ഉണ്ടാവുമ്പോൾ മദ്രസ ഉണ്ടാവും, മദ്രസ ഉണ്ടാവുമ്പം സ്കൂൾ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് നിൽക്കാൻ കൂടൂല. അപ്പോൾ ഏതായാലും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിന്ന് പോകണുള്ളൂ കേട്ടോ. ഇനിയിപ്പോഴൊന്നും വരൂലല്ലോ. ഇനിയിപ്പോൾ വന്നാലും ഒരു ദിവസം നിൽക്കുക പോവുക അതൊക്കെ ഇതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാക്കണേ, ഇപ്പം എൻ്റെ തക്കാളി മരത്തുമ്പോൾ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരിക്കണം. അതിങ്ങനെ പറിച്ച് ഞാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പയറുണ്ട്, പിന്നെ വൈതലങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ ചായക്ക് കടി ബൂരിയാണ്. ഇമ്മച്ചി 2 ചെമ്പട്ടിയല്ല കുടുക്കിയിൽ ബൂരി പൊരിച്ച് വെച്ചിക്കണ്. പിന്നെ ചായക്ക് വെള്ളം വെച്ചിക്കണ്. ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ ബൂരിക്ക് ചാറെന്താണെന്ന് വെച്ചാൽ കേങ്ങും എല്ലും ഒക്കെ പാടിട്ട് കാണ്ട് ഒരു നല്ലൊരു എല്ലും ചാറും വെച്ചിരിക്കണ്. അപ്പോൾ മക്കളൊക്കെ കുടി കഴിഞ്ഞിരിക്കണ്. പിന്നെ നമ്മൾ ചായ അടിച്ചാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയാം, നിലത്താണ് പടിഞ്ഞാണ്ടിരിക്കും കേട്ടോ. മെസമ്മലൊന്നും പോയി കുത്തിറക്കൂല. ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെ നിലത്ത് ഇവിടെ അടുക്കളയിലാണ് കുത്തിറുന്നെങ്കിൽ നമുക്ക് ചായ അടിച്ചാലും ചോറ് വെച്ചാലും ഒക്കെ തൃപ്തിയാവുള്ളേ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടുപടിയാണ്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ നാത്തും വിരുന്ന് വയ്ക്കണേ. ഓക്കും ഉണ്ടല്ലോ വിരുന്ന് പോകാൻ പോതി. ഇപ്പം ഇനി നാത്തൂമാർ വരികയാണെങ്കിൽ കണ്ട് പോൾ പോകാതെക്കാൻ പറ്റുമോ? ഓളെ പറഞ്ഞേക്കാക്കാൻ പറ്റുമോ? ഓക്കും ഉണ്ടാവൂലേ പൂരിയൊക്കെ പോകാൻ. അപ്പോൾ ഓള് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഓളും കുട്ടികളും ഇല്ലാത്തതിൽ വല്ലാത്തൊരു പൊറുതിയോടൊക്കെ ഞങ്ങൾക്കുണ്ട്. ഈ പടിക്ക് ഓളും കുട്ടികളും ഇല്ലാത്തതുകൊണ്ടേ. അപ്പോൾ പിന്നെ ഓക്ക് ഓളോടെ നമ്മൾ പോകാണ്ടറിയാൻ പറ്റുമോ? നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഓളും പോയി നിൽക്കട്ടെ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണേ പാത്രമൊക്കെ ഒന്ന് മോറി വെക്കണം കേട്ടോ. അപ്പോൾ പാത്രം മോറിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഞമ്മക്കാണ് കിട്ടിയിരിക്കണം കേട്ടോ. നാത്തൂനുണ്ടെങ്കിൽ ഓളാണ് ഈ ഡ്യൂട്ടി എടുക്കൽ. ഓക്കാണ് പാത്രം മോറാല്ല ഡ്യൂട്ടി കേട്ടോ. നമ്മളെത്ര മോറുകയെന്ന് പറഞ്ഞാൽ ഓള് കേൾക്കൂല, ഓളെന്നെ മോറും. അപ്പം നമ്മളെ ഇപ്പാൻ്റെ തക്കാളി മരത്തുമെന്ന് പറിച്ച ഒരു തക്കാളി എടുത്ത് കണ്ട് ഞാനൊന്ന് തിന്ന് നോക്കി. പിന്നെ ഇതാക്കണ വൈതലങ്ങ ഉണ്ട്, കോയക്ക ഉണ്ട്, പടവലങ്ങ ഉണ്ട്, പയറുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടിക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചാറക്കാനും ഉപ്പേരി വെക്കാനൊന്നും ഒരു മുട്ടുമില്ല കേട്ടോ. ഓരോ ദിവസം ഓരോന്ന് വെക്കാം. ഒരു ദിവസം പയറാണെങ്കിൽ പിറ്റേ ദിവസം വൈതലങ്ങ വെക്കാം, കോയക്ക വെക്കാം, ഇതൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ പെരയിൽ കുഴിച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക് കൂട്ടാൻ വെക്കാനും ഇതിനൊക്കെ നമുക്ക് ഉണ്ടാവും നമ്മളെ പെരയിൽ. അതാണ് അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഉപ്പേരി വെക്കണത് പയറാണ്. അപ്പോൾ പയറൊക്കെ പറിച്ച് തുറന്നിക്കണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. പിന്നെ ചോറ് തീമട്ടിക്കണ്. ചാറ് പടവലങ്ങയാണ്, പിന്നെ ചക്കക്കുരും പടവലങ്ങയാണ് ചാറ്. അപ്പോൾ ചോറൊക്കെ വെന്തു. ചോറൊക്കെ ഊറ്റിയിടാണ് കേട്ടോ. ഇമ്മ ചക്കക്കുരുവിൻ്റെ ആ ചമറൊക്കെ കളയണുണ്ട്. പിന്നെ ചോറൊക്കെ ഇതാക്കണേ നമ്മൾ ഊറ്റിയിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ? റാത്തായി, സന്തോഷമായി. നോൽമ്പും കഴിഞ്ഞു, പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു വലിയൊരുന്നാൾ വരാണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആ വലിയൊരുന്നാൾ കൂടാനും ഇല്ല ആയുസ്സും ആരോഗ്യമൊക്കെ പടച്ചോൻ തരട്ടെ. ആമീൻ. പിന്നെ ഇതാക്കണേ പയറ് പച്ചമുളകും ഉപ്പൊക്കെ വെച്ച് തീമട്ടിക്കണം കേട്ടോ. അപ്പം ഇഞ്ചമ്മക്കാണെങ്കിൽ എന്ത് വെക്കുകയാണെങ്കിലും ഒരു തുള്ളി വെള്ളം പാരാൻ വല്ലാത്ത പൊറുതിയാണ്. ഇമ്മ വെള്ളം പാരണ്ടെന്ന് പറഞ്ഞാൽ ഇമ്മ ഒരു തുള്ളി പാരണം പറഞ്ഞ. അപ്പം എന്നാൽ ആയിക്കോട്ടെ ഇമ്മ പാർന്ന വെച്ചമാര് തന്നെ വെള്ളം ഇതാക്കണേ കളകളാറിന് തിളക്കണുണ്ട്. ഇനി അതൊന്ന് വറ്റി കിട്ടണ്ടേ മക്കളെ. ഇമ്മ അറിയാം അത് വേകൂലാരെ. ഞാൻ പറയും ഇമ്മ വേകുമ്മ, എന്നാലും ഉമ്മാക്കൊരു പൊറുതിയാടാൻ ഒരു തുള്ളി വെള്ളം പാരഞ്ഞാൽ. അങ്ങനെ ഇതാക്കണേ നമ്മളെ പടവലങ്ങയും ചക്കക്കുരും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 തക്കാളി ഇട്ട് കാണ്ടാണ്ട് തീമക്കാണ്. അപ്പോൾ അതവിടെ കടന്ന് വേകട്ടെ. അങ്ങനെ നമുക്ക് ചക്കക്കുരും പടവലങ്ങയും വെക്കാം, പടവലങ്ങയും പരിപ്പും വെക്കാം, ഒക്കെ വെക്കാല. പിന്നെ മീനാണ് കേട്ടോ, സൂത മീൻ. നമ്മൾ നോലുമ്പായിട്ട് ആകെ 1 ദിവസം 2 ദിവസമൊക്കെ മീൻ തിന്നിട്ടുള്ളൂ. സൂത മീൻ കൊണ്ടുവന്നിക്കണേ. അത് പൊരിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചതവൊക്കെ ഇട്ട് ഇമ്മതാക്കണ നല്ലോണം കുഴച്ചെടുക്കണുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ പണി എടുക്കൂല ചോദിച്ചാൽ എടുക്കും. അപ്പോൾ പിന്നെ ഇമ്മ എടുക്കണതും ഒന്നിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ. നമ്മൾ പിന്നെ അതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി കൊടുക്കും. എന്നെ നമ്മൾ വരി വന്നാണ് എഴുതിക്കാണ്ട് നമ്മൾ വെറുതെ തീർക്കൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ
വീഡിയോ എടുക്കണോണ്ട് അതൊരു പണി തന്നെയല്ലേ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിക്കണേ. പയറുപ്പേരിയും പിന്നെ എന്താണ് പിന്നെ നമ്മളെ രണ്ട് ഇറച്ചി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഇറച്ചി എടുത്തിക്കണേ. പിന്നെ മീനും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഇറച്ചി എടുത്തു. പിന്നെ നമ്മളെ ചക്കക്കുരും പടവലങ്ങയും ചാറും പാർന്നു. ചോറ് വെച്ചാണ് കേട്ടോ. അച്ചാറും ഉണ്ടായിനി, മീനും ഉണ്ടായിനി. ഇന്ന് തന്നെ നമ്മൾ നിലത്താണ്ട് എല്ലാവരും വാട്ടത്തിൽ കുത്തിർന്നിട്ട് അങ്ങനെ ചോറ് വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല രസം ഉണ്ടായിനി കേട്ടോ. അങ്ങനെ കൂടി കുത്തിർക്കുമ്പോൾ തിന്നുമ്പോൾ ഒരു രസമാണല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറൊക്കെ വേവിച്ച് പിന്നെ പാത്രമൊക്കെ മോറി വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ നല്ല മിച്ചറും നല്ല കട്ടൻ ചായയും കുടിച്ചാണ്. നമ്മളമ്മ ഉണ്ടാക്കിയ കട്ടൻ ചായയും എന്താ രസമാണ് മിച്ചറും കൂട്ടി തിന്നാനെന്നറിയോ. അപ്പോൾ അത് കജ്ജാക്കി കുത്തുന്നത് തിന്നുമ്പോൾ നല്ല രസമായി എല്ലാത്തിനും. പിന്നെ നമ്മൾ പണിയെടുത്ത കാലത്ത് തിന്നുമ്പോൾ വല്ലാത്തൊരു രസം കമ്മിയൊക്കെ ഉണ്ടാവും അതിന്. പിന്നെ നമ്മളമ്മമാർ വെച്ചതാകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അങ്ങനെ ഇതാക്കണം. ഞാൻ ആദ്യമായിട്ട് കടലൊക്കെ നുള്ളി പൊറുക്കി ഇങ്ങനെ തിന്നപ്പം നമ്മളനുസരിച്ച് കുട്ടി പറയണേ, ഇജ കടലൊക്കെ നുള്ളി പൊറുക്കി തിന്നിട്ട് എൻ്റെ ഇച്ച് കടലൊന്നും മാണ്ടേ, ഇജന്നെ ഒറ്റയ്ക്ക് തിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇഞ്ചും തിന്നു പറഞ്ഞാൽ കുറച്ചായി തന്നെ ബാക്കിയാക്കി വെച്ചിട്ടോ. പിന്നെ ഇതാക്കട് പിന്നത് ഞാൻ അന്തിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്തിക്ക് പറഞ്ഞാൽ വൈകുന്നേരം എടുത്തതാണ്. അടക്കപ്പായ എങ്ങനെ കണ്ടിട്ടോ. അപ്പം എന്നാൽ അതൊന്ന് പറിച്ചിട വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരടക്കപ്പായം പറിച്ച് ഒരു 8 മിനിറ്റ് എങ്ങനെയൊക്കെ ഒന്ന് തേക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഇതിലൊന്ന് കുത്തി കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അടക്കപ്പായം കണ്ടപ്പോൾ പിന്നെ അതൊന്ന് തിന്നാനും പൂതിയായി. അപ്പം അങ്ങനെ ഇതാക്കട് നമ്മൾ മഞ്ഞുണ്ട് കേട്ടോ. പറിച്ചാൻ വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ഗതിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് നേരം വെളുക്കുമ്പോൾ പറിച്ചാൽ. പിന്നെ ഇതാക്കണ് പടവലങ്ങ. നാളെ ചാറക്കാലിൻ്റെ പടവലങ്ങ ഇതാക്കണുണ്ട്. പിന്നെ നമ്മളെ പെരയിൽ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയാൽ നമുക്ക് കൂട്ടാൻ വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ നമ്മളോടെ തന്നെ പറിച്ചുണ്ടാക്കാം. അത് പറിച്ചുമ്പോഴും ഒക്കെ ഒരു സന്തോഷമാണ് മനസ്സിക്കില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ കാര്യം അവനാൻ്റെ പെരയിൽ കുഴിച്ചിട്ടുണ്ടാക്കി പറിച്ചുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ ഇതാക്കണേ കൊക്കോകായ ഉണ്ട്. അത് പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നാണാവോ അത് പൂക്കൽ. അപ്പോൾ അത് റംബുട്ടാനാണ് വിചാരിച്ചുകൊണ്ട് വെച്ചതാണ്. പക്ഷേങ്കിൽ വളർന്ന് വന്നപ്പോൾ റംബുട്ടാൻ കൊക്കോ ആയി മാറി. അതങ്ങനെ ഒരു കഥ. അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു കൊക്കോ വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മൾ മുന്നോട്ട് അറിയിച്ച് ഭയങ്കര ഇഷ്ടമാണ് ആര്. പക്ഷേങ്കിൽ പൂത്തിട്ടില്ലല്ലോ, പൂക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.